നമസ്കാരം പ്രിയമുള്ളവരെ. കേരളത്തിലെ രണ്ട് പ്രമുഖരായ നേതാക്കന്മാരാണ് കണിച്ചിക്കുളങ്ങര തമ്പുരാനും പെരുന്നേലെ പോപ്പും. കേരളത്തിൽ ഇലയനങ്ങിയാൽ അഭിപ്രായം പറയുന്ന രണ്ടുപേർ. രണ്ടുപേർക്കും പ്രായം 30-ൽ താഴെയാണ്. ഒരാൾ പിന്നെ എല്ലാം വെള്ളി കെട്ടിയിട്ട് പോലും 30 വയസ്സേ ഉള്ളെങ്കിൽ അദ്ദേഹത്തിൻ്റെ തലമുടിയെല്ലാം വെള്ളി കെട്ടിപ്പോയി. അദ്ദേഹം പറയുന്നതാണ് ഇന്ന് കേരളത്തിലെ ആപ്തവാക്യം. അദ്ദേഹം എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാവരെയും വിമർശിക്കും. കാരണം അദ്ദേഹം സമസ്ത നായന്മാരുടെയും അപ്പോസ്തലനായ പോപ്പാണ്. അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിൻ്റെ സമുദായത്തിലെ ഒരംഗം പോലും ചിരിക്കാൻ പാടില്ല, കരയാൻ പാടില്ല. എന്തിനേറെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ അദ്ദേഹത്തിൻ്റെ പേരോ ഒരാളിന് പോലും നായന്മാരിടാൻ പാടില്ല. അദ്ദേഹം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. മറ്റാൾ കണിച്ചിക്കുളങ്ങര തമ്പുരാനാണ്. അദ്ദേഹം അങ്ങനെ ഇരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മുൻ മുഖ്യമന്ത്രി ഇപ്പോൾ കാവൽ മുഖ്യമന്ത്രിയുടെ കാറിലൊക്കെ പോകും. അപ്പോൾ കാറിൻ്റെ ഇട സൈഡിൽ ഇരുന്നിട്ട് വല സൈഡിലേക്ക് ഇട സൈഡിലോട്ട് ഒന്ന് തലയിങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവിടെ പത്രക്കാർ നിൽക്കുന്നു. അപ്പോൾ അവർ കണ്ടു. പിന്നെ മറ്റേ സൈഡിലൂടെ പോകും, ആ സൈഡിൽ നിൽക്കുന്നു. അപ്പോൾ രണ്ട് സൈഡിലുള്ള ആൾക്കാർ കാണത്തക്ക രീതിയിൽ അദ്ദേഹം പോകും. ഇവർ രണ്ടുപേരും ഹിന്ദുമത വിശ്വാസികളും ഹിന്ദു ദേവതകളെ ഭരിക്കുന്നവർ. കാരണം NSSന് ധാരാളം ക്ഷേത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ SNDPക്കും ഉണ്ട്. ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഭരിക്കുന്ന മഹാരാജാക്കന്മാർ ആണ് ഇവർ. ഇവർക്ക് ചില താല്പര്യങ്ങളൊക്കെ ഉണ്ട്. ആ താല്പര്യങ്ങൾക്കൊക്കെ വ്യക്തിപരമായ കാരണങ്ങളുമുണ്ട്. ഇതെല്ലാം നിങ്ങൾക്കറിയാം. ഞാൻ അതുകൊണ്ട് വിശദമാക്കുന്നില്ല. കഴിഞ്ഞ ദിവസം പെരുന്നേലിൽ പോപ്പ് പത്രക്കാരെല്ലാം അവിടെ വിളിച്ചു. എല്ലാവരും പെട്ടെന്ന് വരാൻ പറഞ്ഞു. എല്ലാവരും ചാടിക്കുറഞ്ഞ് അവിടെ ചെന്നു. എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കിയിരിക്കുമായിരുന്നു സാറുമാരെല്ലാം അവിടെ. അങ്ങനെ എല്ലാവരും അവിടെ ചെന്നു. പോപ്പ് എല്ലാവർക്കും ചായ കൊടുത്തു എന്നാണ് വാർത്ത. ചായ കുടിച്ചിട്ടേ പോകാമെന്ന് ആദ്യമേ പറഞ്ഞു. അതുകൊണ്ട് ചായ കൊടുത്തു എന്നാണ് അറിയുന്നത്. കൂടെ കടി ഉണ്ടായിരുന്നോ എന്നറിയില്ല. എന്നാലും അദ്ദേഹത്തിന് ചെറിയൊരു കടി തുടങ്ങിയിട്ടുണ്ട്. കുത്തിത്തിരിപ്പും കൊള്ളരുതായ്മ പറച്ചിലും വർഗീയതയും വിളമ്പിക്കൊണ്ട് ഹൈന്ദവരുടെ ഇടയിൽ മറ്റുള്ള മതക്കാരോട് അനിഷ്ടമുണ്ടാകുന്നതിൽ പ്രവർത്തിക്കുന്ന രണ്ട് വൃത്തികെട്ട ജന്മം പിറന്നവരാണ് ഇവരെന്ന് എനിക്ക് പറയേണ്ടി വരും. കേരളത്തിലൊരു ഇലക്ഷൻ കഴിഞ്ഞു. അതിൽ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് കുറേ അച്ചായന്മാരെല്ലാം ഉള്ള പാർട്ടി, കൂടുതൽ നായന്മാരും കുറേ ഉണ്ട്. മറ്റൊന്ന് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൽ ഹിന്ദുക്കളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്ന ഹിന്ദുക്കളുണ്ട്. വടക്കൻ മലബാറിലെ മിക്ക സ്ഥാനാർത്ഥികളെ UDFൻ്റെ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ച മുസ്ലിം ലീഗാണ്. അപ്പോൾ മുസ്ലിം ലീഗിനോട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പറ്റി ചോദിച്ചപ്പോൾ അവരവരുടെ അഭിപ്രായം പറഞ്ഞു. PJ ജോസഫ് പറഞ്ഞത് MLA-മാരിൽ നിന്നൊരാളെ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞു. MLA ആയിരിക്കണം അയാൾ, ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. RSP പറഞ്ഞു. ഇവരെല്ലാം അഭിപ്രായം പറഞ്ഞു. ഈ അഭിപ്രായം പറഞ്ഞു എന്ന് ഉള്ളത് നമുക്ക് അശരീരി പോലെ പലരുടെ വാക്കുകളിലൂടെ കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. പക്ഷെ പെരുന്നേലെ പോപ്പ് വർഗീയത പച്ചയ്ക്ക് പറഞ്ഞ് കേരളത്തിൽ വർഗീയ വേഷം വിളമ്പാൻ ശ്രമിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പഴയൊരു മന്ത്രി ഉണ്ടായിരുന്നല്ലോ, താക്കോൽ സ്ഥാനം. ആ താക്കോൽ സ്ഥാനത്തിന് വേണ്ടി അന്ന് രാഷ്ട്രീയം പറഞ്ഞ ഈ മാന്യൻ ഇപ്പോൾ VD സതീശനാണ് വരുന്നതെങ്കിൽ ഇയാളുടെ കാല് നക്കാൻ പോവില്ല, കാലെ പിടിക്കാൻ പോവില്ല. ഇവർ രണ്ടുപേരുടെ അടുത്തും പോവില്ലെന്ന് അയാൾക്കറിയാം. നിഷ്പക്ഷമായി നിന്ന് വർഗീയത അനുവദിക്കാത്ത ഒരു മനുഷ്യനായിട്ട് അയാൾ വരും. അങ്ങനെയാണ് ഈ സാറുമാരുടെ പല കാര്യങ്ങളും നടക്കാതെ പോകും. മറിച്ച് രമേശ് ചെന്നിത്തലയാണ് വരുന്നതെങ്കിലോ KC വേണുഗോപാലാണെങ്കിലോ ഇവർമാർക്ക് വേണ്ടി അവിടെ വേണേൽ 2 അഡീഷണൽ സെക്രട്ടറിമാരെ കൂടെ വെച്ച് കൊടുക്കും. ഇവരുടെ കാര്യം നടത്തി കൊടുക്കാൻ വേണ്ടി ഒരു ടെലിഫോൺ ലൈനൂടെ കൊടുക്കും. അതാണ് അവസ്ഥ. അത് കിട്ടത്തില്ലെന്നുള്ള ബോധ്യം വന്നപ്പോൾ ഒരു തരം കൊതിക്കെറിവ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇയാൾ കഴിഞ്ഞ ദിവസം വരെ വോട്ട് ചെയ്തത് CPM-നെ വോട്ട് ചെയ്തെന്നാണ് നമ്മൾ അറിയുന്നത്. കാരണം ശബരിമല പ്രശ്നം വന്ന സമയത്ത് ഇയാൾ CPM-നോട് നിന്നതുകൊണ്ട് CPM-നെ വോട്ട് ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ 2 സാറന്മാരും വേറൊരു പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ പ്രധാന പ്രതിപക്ഷമായ CPM-ന്റെ ഘടകകക്ഷികൾക്കോ ഇല്ലാത്ത ഒരു നോവ്, ഒരു കുത്തിവലിവ്, ഒരു കുത്തിത്തിരിപ്പ് ഇവന്മാർക്ക് എന്തിനാന്ന് ആൾക്കാർ ചോദിക്കത്തില്ലേ? ചോദിക്കണം. ഈ മാതിരി എഴുന്നേക്കാൻ വയ്യാത്ത ആൾക്കാർ, നമുക്ക് നാളെ പ്രായമാകാം. പക്ഷെ പ്രായമാകുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയൊക്കെ ചെയ്ത് കൊച്ചുമക്കളുണ്ടെങ്കിൽ അവരെയും കളിപ്പിച്ച് ഭൂമുഖത്തിരുന്ന് അവർക്ക് കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് പണ്ടത്തെ വീരവാദമൊക്കെ പറഞ്ഞ് ബ്രണ്ണൻ കോളേജിലെ കഥ അറിയാമെങ്കിൽ അതും പറഞ്ഞ്, അല്ലെങ്കിൽ മൈക്രോ ഫിനാൻസിലൂടെ പണം തട്ടിയെടുത്ത് പാവങ്ങളായ സമുദായ അംഗങ്ങളെയും സ്ത്രീകളെയും പറ്റിച്ച് കോടിക്കണക്കിന് ഉണ്ടാക്കി തട്ടിച്ചത് എങ്ങനെയാണെന്നും, അതല്ലെങ്കിൽ നല്ല മൂല്യമുള്ള മണൽ ചെറിയ തുകയ്ക്ക് ഒരു NSSൻ്റെ ഒരു സമുദായ അംഗത്തിൻ്റെ ഭാര്യയുടെ പേരിൽ, അവർക്ക് നല്ല വിദ്യാഭ്യാസം, പശുവിനെ കൊളത്തിക്കൊണ്ട് സ്ത്രീയുടെ പേരിൽ എഗ്രിമെൻ്റ് എഴുതി മറിച്ചു വിറ്റ് കാശുണ്ടാക്കിയതിനെ പറ്റിയോ, 1500 കോടി അഴിമതി നടത്തിയതിനെ പറ്റിയോ,
വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും ഞാൻ പൂട്ടിച്ചതിനെ പറ്റിയോ അല്ലെങ്കിൽ അതെല്ലാം പൂട്ടി അടിക്കുന്നതിനെ പറ്റിയോ ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നതായിരിക്കും ഈ സാറന്മാർക്ക് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയെങ്കിലും ഇവരെയൊക്കെ കാണുകയും വിളിക്കുകയൊക്കെ ചെയ്യുന്ന സമുദായ സ്നേഹികളുണ്ടെങ്കിൽ ഇവരോട് പറയണം മര്യാദയ്ക്കിരിക്കാൻ. കേരള സമൂഹം ഈ ഇതൊക്കെ വിഴുപ്പാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, കേരളത്തിലെ യുവാക്കളും സ്ത്രീകളുമാണ് ഇപ്പോൾ രാഷ്ട്രീയം കൂടുതൽ പഠിക്കുകയും ചർച്ച ചെയ്യുന്നത്. രാഷ്ട്രീയം വ്യക്തമായതിൽ ചർച്ച ചെയ്യുന്നു, പഠിക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 10-12 ദിവസമായി കോൺഗ്രസ്സുകാർ കാണിക്കുന്ന ഗോസിപ്പുകളും അവർ കാണിക്കുന്ന പരിപാടികളും ഒക്കെ ഓരോ വീട്ടമ്മമാരും ചർച്ച ചെയ്യുന്നുണ്ടെന്നാണ് സത്യം. ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലും ആക്റ്റീവായി നിൽക്കുന്ന സ്ത്രീകളാണ്. ഈ സ്ത്രീകൾ വിചാരിച്ചാൽ ഈ 2 മുതുക്കന്മാരെയും സമൂഹത്തിൻ്റെ ഈ സമുദായങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കുന്നു. പക്ഷേ വോട്ട് ചെയ്യാൻ അവകാശം വേണ്ടേ? കേന്ദ്ര കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത 2 സ്ഥാപനങ്ങളായി ഇത് രണ്ടും. ഇവിടെ ഒരു രക്ഷയില്ല. ഇവർക്ക് വിവരാവകാശം പോലും ഇല്ലെന്നാണ് പറഞ്ഞത്. വിവരാവകാശം ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ഏത് സ്ഥാപനത്തിലെ വിവരാവകാശം നമ്മൾ ചോദിച്ചാൽ ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായിരിക്കും മറുപടി തരുന്നത്. ഇവർക്കെല്ലാം ഡയറക്ടർമാരും സെക്രട്ടറിമാരൊക്കെ ചെയ്യുന്നത്. NSSൻ്റെ പന്തളം ആയുർവേദ മെഡിക്കൽ കോളേജിനെ പറ്റി ഒരു വിവരാവകാശം ഞാൻ ചോദിച്ചു. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോടാണ് ചോദ്യം. മറുപടി തന്നത് ഡയറക്ടർ. ഞങ്ങൾ ഏതോ ഒരു സൊസൈറ്റിയുടെ കീഴിലുള്ള സാധനമാണ്, അതുകൊണ്ട് മറുപടി തരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്തായാലും നേരെ കോടതിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് മറുപടി വരട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം എന്ന് വിചാരിക്കുന്നു. അഴിമതിയും കെടുകാര്യസ്ഥതയും കൊണ്ട് സ്വന്തം സമുദായത്തെ വന്നതിനേക്കാൾ താഴോട്ട് പടവലിങ്ങ പോലെ വളർത്തിയ 2 മാന്യന്മാർ കേരളം ഭരിക്കാൻ പോകുന്ന രാഷ്ട്രീയ കക്ഷിയിൽ വരാൻ പോകുന്ന മുഖ്യമന്ത്രിയെ ഓർത്ത് ദുഃഖിക്കുമ്പോൾ അയാൾ രാഷ്ട്രീയം പറഞ്ഞ് ജനത്തെ മടിപ്പിക്കുന്ന അവസ്ഥ ഒഴിവാക്കുവാൻ കണിച്ചിക്കുളങ്ങര തമ്പുരാനോടും പെരുന്നപ്പോപ്പിനോടും താഴ്മയെ അപേക്ഷിക്കുകയാണ് ഒരു സാധാരണ ഇന്ത്യൻ പൗരനെന്ന നിലയിൽ. നന്ദി, നമസ്കാരം.